കൂടുതൽ കെ സി വേണുഗോപാൽ പറയാൻ ശ്രമിച്ചത് എന്താ? പെൻഷൻ കുടിശ്ശിക വരുത്തുന്നത്, തിരഞ്ഞെടുപ്പ് സമയത്ത് ആ കുടിശ്ശികയിൽ ചില ഗഡുക്കൾ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെൻഷന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ റോൾ എന്താ? നമ്മളൊന്ന് പരിശോധിച്ചു പോയാൽ നല്ലതായിരിക്കുമല്ലോ. 1980-ലാണല്ലോ ഇ.കെ. നായനാർ മന്ത്രിസഭയുടെ കാലത്താണല്ലോ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ വരുമ്പോൾ അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നിലപാടെന്തായിരുന്നു? പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ, അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. കാരണം ഇതൊന്ന് നോക്കൂ, 1980-ലാണ് 45 രൂപ 60 വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളിക്ക് ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം 82-ൽ ആ സർക്കാർ വീണു. പകരം 82-ൽ UDF സർക്കാർ അധികാരത്തിൽ വന്നു. 45 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയോ? 82 മുതൽ 87 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് 1 രൂപ കൂട്ടിയില്ല. തീർന്നില്ല, 87-ൽ ഇ.കെ. നായനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു 45 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് 45 രൂപയായിരുന്ന പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. ആദ്യത്തെ വർധനമുണ്ടാവുന്നത് ഇ.കെ. നായനാരുടെ 1987 സർക്കാരിന്റെ കാലത്താണ്. ആ സർക്കാർ 92 പോയി, UDF വന്നു. എന്തെങ്കിലും വർധനമുണ്ടായോ? 5 വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല. ഒടുവിൽ 96-ൽ പെൻഷൻ 60 രൂപയിൽ നിന്ന് 120 രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്ത്. മൂന്നാമത്തെ വർധനയും LDF സർക്കാരിന്റെ കാലത്ത് 1996-ൽ. കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു? നാമമാത്രമായിട്ടാണെങ്കിലും 96 വരെ വർദ്ധിപ്പിച്ചില്ല. അതിനുശേഷം 2001-ൽ A.K. ആന്റണി സർക്കാർ വരുന്നു. അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ. 91-ലെ A.K. ആന്റണി സർക്കാർ വരുമ്പോഴാണ് 28 മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം 2001-ൽ വന്ന A.K. ആന്റണി സർക്കാരിന്റെ കാലമാണ്. ആ 28 മാസക്കാലത്തെ പെൻഷൻ 120 രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ആരാണെന്നറിയാമോ? 28 മാസത്തെ പെൻഷന്റെ കുടിശ്ശിക 2006-ൽ വരുന്ന V.S. അച്യുതാനന്ദൻ സർക്കാരാണ്. അന്ന് V.S. അച്യുതാനന്ദൻ സർക്കാർ 2011-ൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല. ഈ 120 രൂപ എന്നുള്ളത് 500 രൂപയാക്കിയിട്ടാണ് V.S. അച്യുതാനന്ദൻ പോകുന്നത്. വർധന ഉണ്ടാവുന്നു. 120-ൽ നിന്നാണ് വർധന ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ 2011 വരെയും UDF-ന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും 1 രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല. ഏത് 2011 മുതൽ 16 വരെ അവിടെയാണ് 3 മാസം മുതൽ ചില പെൻഷനുകൾ 11 മാസം, ചില പെൻഷനുകൾ 18 മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു. നമ്മുടെ സഭയിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സുരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി. ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി, 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിന് നൽകിയ ഒരു വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിധവാ പെൻഷൻ, അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ, ഇതെല്ലാം കൂടി വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 10% താഴെ മാത്രമാണ്. അതും മൊത്തം 32 ലക്ഷത്തോളം ആളുകൾ മാത്രമാണെന്ന് വാങ്ങിയിരുന്നത്. ഇന്ന് 62 ലക്ഷത്തോളം വയോധികരായവർക്ക്, 60 വയസ്സ് പിന്നിട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തുന്ന സംവിധാനം ഉണ്ടാവുന്നു. കോവിഡിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത്? കുടിശ്ശിക പണ്ടുണ്ടായിരുന്നില്ലേ? പണ്ടുണ്ടായിരുന്നു. ആ കുടിശ്ശികയുടെ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. 28 മാസം കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതിനുശേഷം പിന്നീട് 3 മാസം മുതൽ 18 മാസം വരെ വ്യത്യസ്ത പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതെല്ലാം UDF-ന്റെ കാലത്തുണ്ടായിരുന്നതാ. ഈ വിഷയങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും? അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനൊരു പരാജയം സംഭവിച്ചു. കോൺഗ്രസ് അവതരിപ്പിച്ച 2 വിഷയങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നതാണ് ഞാൻ കണ്ടത്. ഇനി ന്യൂനപക്ഷ